പുരാതനമായ തറവാടുകളാൽ സമ്പന്നമാണ് പാലക്കാട് ജില്ല. അവിടെ കഥകളിക്ക് പേരുകേട്ട വെള്ളിനേഴി എന്ന ഗ്രാമത്തിലാണ് ഒളപ്പമണ്ണ മന സ്ഥിതി ചെയ്യുന്നത്. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നു ഇത്. തൃശൂർ ജില്ലയിലെ മായന്തൂരിലെ ഓട്ടൂർ മനയിൽ നിന്നും 600 വർഷം മുമ്പ് കുടിയേറി പാർത്തവരാണ് ഒളപ്പമണ്ണക്കാർ എന്ന് പറയപ്പെടുന്നു. 200 വർഷം മുമ്പ് വരിക്കാശ്ശേരി മനയിൽ നിന്ന് ദത്തെടുത്തവരാണ് ഇന്നത്തെ പരമ്പരയിലുള്ളവർ. കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത ഈ മനയ്ക്ക് 300-ലേറെ വർഷം പഴക്കമുണ്ട്. തറവാട്ടിൽ പ്രത്യേക ദേവീ പ്രതിഷ്ഠയുമുണ്ട്. ഇത് തിരുമാന്താംകുന്ന് ഭഗവതിയാണ്. പുതിയ തലമുറയെല്ലാം തൊഴിൽ സംബന്ധമായി പലയിടങ്ങളിലായതിനാൽ കുടുംബാംഗങ്ങൾ രൂപീകരിച്ച ദേവീപ്രസാദം എന്ന ട്രസ്റ്റാണ് കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. മഹാകവി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, ഋഗ്വേദം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത OMC നാരായണൻ നമ്പൂതിരിപ്പാട്, വേദാധ്യാപകനായ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഇവർ ഈ തറവാട്ടിലെ അംഗങ്ങളായിരുന്നു. ലോകപ്രശസ്ത കർണാടക സംഗീതജ്ഞനായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഈ മനയിലെ ശാസ്ത്രീയ സംഗീത അധ്യാപകനായിരുന്നു. 15ഓളം സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. പരിണയം, നരസിംഹം, ഇളവങ്കാട് ദേശം, നരൻ, മാടമ്പി, ഒടിയൻ, ദ്രോണ, ആകാശഗംഗ, ആറാം തമ്പുരാൻ, പട്ടാഭിഷേകം, ഇഷ്ടം, എന്നു നിന്റെ മൊയ്തീൻ തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. ഒളപ്പമണ്ണ പ്രധാന മനയിൽ നിന്നും കുറച്ചു മാറി സ്ഥിതി ചെയ്യുന്ന 8 പതിറ്റാണ്ടോളം പഴക്കമുള്ള മറ്റൊരു മനയായ നവോദയം മനയിലാണ് സമീപകാല മലയാള സിനിമയിലെ ദൃശ്യവിസ്മയമായ ഭ്രമയുഗം ചിത്രീകരിച്ചത്. ഒടിയനിൽ മഞ്ജു വാര്യരുടെ വീടായി കാണിച്ചതും ഈ മനയാണ്. 1945-ലാണ് ഇത് പണി കഴിപ്പിച്ചത്. മമ്മൂട്ടിയുടെ ഇൻട്രോ സീനും തുടർന്ന് കൊടുമൻ പോറ്റി ചാരുകസേരയിലിരിക്കുന്ന പൂമുഖവും ഒക്കെ ചിത്രീകരിച്ചത് ഇവിടെയാണ്. ഇതാണ് പുറം കാഴ്ചകളിൽ കൊടുമൻ പോറ്റിയുടെ തറവാട്. തന്മാത്ര സിനിമയിൽ മോഹൻലാലിന്റെ തറവാട് കാണിക്കുന്നത് ഇവിടെയാണ്. ഭ്രമയുഗത്തിന്റെ കുറെ ഭാഗങ്ങൾ ഒളപ്പമണ്ണയിലും ബാക്കി വരിക്കാശ്ശേരി മനയിലുമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പണ്ടുകാലത്ത് 1 ലക്ഷം പറയോളം നെല്ല് പാട്ടമായി ലഭിച്ചിരുന്ന ഈ മനയിൽ അവ സൂക്ഷിക്കാനായി 3 പത്തായപ്പുരകളാണ് ഉള്ളത്. അവയൊക്കെ ഇപ്പോൾ താമസത്തിനും മറ്റുമായി ഉപയോഗിച്ചു വരുന്നു. സമീപത്തായി തന്നെ വിശാലമായ കുളവും കുളപ്പുരയുമുണ്ട്. ഒളപ്പമണ്ണയിലെ പ്രധാന മനയിൽ നിന്നും സമീപത്തെ മനയിലേക്ക് നടക്കുന്ന വഴിയുള്ള തെങ്ങിൻ തോപ്പും മറ്റും നരൻ സിനിമയിലെ ലൊക്കേഷനായിട്ടുണ്ട്. ഒളപ്പമണ്ണ ഇളയ തലമുറയിലെ ഒരു ഉണ്ണിയുടെ അന്നപ്രാശ ചടങ്ങ് നടക്കുന്നതിനാൽ മനയുടെ അകംഭാഗം കാണാൻ സാധിച്ചില്ല. ആറാം തമ്പുരാനിൽ മഞ്ജു വാര്യർ വെള്ളം കോരിയ കിണർ ഉൾപ്പെടെ അത് കാണാൻ പറ്റാത്ത വിഷമത്തോടെ ഞാൻ തിരിച്ചു പോന്നു. തനിക്ക് പോകാൻ അനുവാദമില്ല.